ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടം എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിത് നമ്മുടെ ചുരിദാറിൻ്റെ ബിറ്റാണിത്. ആ ബിറ്റിലുള്ള ബോട്ടം പീസാണിത്, പ്രിൻ്റാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിവിടെ ഒരു സൽവാർ ബോട്ടം കട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാനിവിടെ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്ന ബോട്ടം, അതായത് അളവ് വെച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ അളവ് പീസ്. ഈ അളവ് പീസ് നിങ്ങളിപ്പോൾ അളവ് ഇതുപോലെ പീസ് വെച്ചിട്ട് ഇതുപോലെ അളവ് എടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ അളവ് പീസൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. പക്ഷെ ഞാനിപ്പോൾ ഇത് അയൺ ചെയ്തിട്ടില്ല. നിങ്ങൾ അയൺ ചെയ്ത അളവൊക്കെ കറക്റ്റായി കിട്ടും. നമ്മളിങ്ങനെ പീസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അയൺ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഞാനിവിടെ ഇത് ബോട്ടം പീസ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇത് ഇറക്കം ഇതിലിപ്പോൾ ഒരു ഇഞ്ച് നമുക്കിവിടെ ഇറക്കം ഇതിൽ കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ 1 ഇഞ്ച് ഇറക്കം കൂടുതൽ വെച്ചിട്ട് ദേ ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലെങ്ത്ത് കറക്റ്റായിരിക്കും, ബോട്ടത്തിൻ്റെ ലെങ്ത്ത് കറക്റ്റായിരിക്കും. എന്നിട്ട് ഇതുപോലെയാണ് നമ്മുടെ ബോട്ടം പീസ് 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതുപോലെ മടക്കിയ ഭാഗം ഇതുപോലെയാണ് വെക്കേണ്ടത്. നമ്മുടെ അളവ് ബോട്ടവും ഇതുപോലെയാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്യണേ. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ബോട്ടത്തിൻ്റെ അളവിലുള്ള മാർക്കിംഗ് ആണുള്ളത്. ഇനി തയ്യൽ തുമ്പ് എക്സ്ട്രാ വേറെ കൊടുക്കണം. ഇതാണ് യോക്ക് പീസ് വരുന്നത്. ഇവിടെ സീറ്റ് പീസിൻ്റെ മേലെ ഇവിടെയും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണേ. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കും. ഇവിടെ ഇതുപോലെ ഈ ഷേപ്പിൻ്റെ ഇവിടെയും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വരച്ച് വെച്ചിട്ടുള്ളത് ബോട്ടത്തിൻ്റെ കറക്റ്റ് അളവാണ്. ഇനി അടുത്ത് തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ചോ 1/2 ഇഞ്ചോ വേണമെങ്കിൽ എടുക്കാം. അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം. ലൂസ് കൂട്ടണം എന്നുള്ള ബോട്ടം ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എത്രയാണോ ലൂസ് കൂട്ടേണ്ടത് അതും കൂട്ടിയിട്ട് വേണം എടുക്കണമെങ്കിൽ. എന്നിട്ട് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പ്രിൻ്റ് ബിറ്റായതുകൊണ്ട് മാർക്ക് ചെയ്തത് കാണുന്നില്ല. ഞാനിവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പിനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിതിനി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 1/2 ഇഞ്ചും തയ്യൽ തുമ്പിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ ബോട്ടത്തിൽ സൽവാർ ബോട്ടമാണ് എങ്കിലും ഇതിൽ പ്ലേറ്റ് ഇല്ലാത്തൊരു ബോട്ടമാണ്. നമ്മുടെ കസ്റ്റമറിന് പ്ലേറ്റ് വേണ്ടെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടും പിന്നെ അളവ് തന്ന ബോട്ടത്തിൽ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ടും പ്ലേറ്റ് ഇല്ലാതെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതുപോലുള്ളൊരു ഷേപ്പ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബോട്ടം പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിൽ ഞാൻ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 പീസായിട്ടാണ് നമ്മുടെ കട്ടിങ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത് യോക്ക് പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ആ യോക്ക് പീസിന് ഇതെവിടെയാണ് നമ്മുടെ കയറ് കെട്ടുന്ന ഭാഗം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 ഇഞ്ചാണ് ഓപ്പൺ അടിക്കാൻ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിടുന്നത്. ഇനി നമുക്കിത് നമ്മുടെ ബോട്ടം പീസ് ഒന്ന് മടക്കി ഇടാം. ഇതുപോലെയാണ് ഇടുന്നത്. എന്നിട്ട് നമ്മുടെ അളവ് പാൻറ്റും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം, അതായത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ കറക്റ്റായി നേരെ വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ 2 ഇഞ്ചാണ് ഓപ്പൺ അതായത് നമ്മുടെ കയറിടാൻ വേണ്ടിയിട്ട് 2 ഇഞ്ചാണ് ഓപ്പൺ ഫോൾഡ് ചെയ്ത് അടിക്കാനായിട്ട് വിടുന്നത്. ആ 2 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്കിവിടെ ഒന്ന് യോക്ക് പീസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും തയ്യൽ തുമ്പിനായിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. ഈ സെൻറ്റർ ഭാഗത്തും കറക്റ്റായിട്ട് ബോട്ടത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ചാണ് തയ്യൽ തുമ്പിനായിട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. നമുക്കിതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇവിടെയൊക്കെ ഒന്ന് കറക്റ്റായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വരച്ച് വെച്ച യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ അതായത് ഈ ബോട്ടത്തിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ യോക്ക് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്, എളുപ്പത്തിൽ ഒന്നും അറിയാത്തവർക്കാണെങ്കിലും ഇത് കണ്ട എളുപ്പത്തിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഇത് ഇവിടെ യോക്ക് പീസ് റെഡി ആയിട്ട് ഇതാണ് 1 ഇഞ്ച് എക്സ്ട്രാ ഓപ്പൺ ഭാഗത്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ ബോട്ടത്തിന് വേണ്ടത് അതായത് കെട്ടുന്ന കയറാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഒരു 1.5 ഇഞ്ചോ 1 ഇഞ്ചോ വീതിയാണെങ്കിലും മതി, അത്ര മതി വീതി. 1 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ലെങ്ത്തൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ടിട്ട് എന്നിട്ട് നമ്മൾ പാൻറ്റിൻ്റെ കയറടിക്കുന്നത് ഇതുപോലെയാണ്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക, വീണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതേ സെൻറ്റർ വെച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ കയറ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇനി ബാക്കി ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ കൂടുതലായിട്ട് കാണിക്കാം. അപ്പോൾ പാൻറ്റിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പാൻറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട്, അതായത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.